ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു വേൾഡ് കപ്പിൻ്റെ സമയത്താണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് അർജന്റീനക്ക് മെസ്സിയും ഒട്ടുമെൻഡി ഉള്ള പോലെ, ബ്രസീലിന് നെയ്മറും കസമിയറും ഉള്ള പോലെ ബജാജിൻ്റെ 2 ബൈക്സാണ് NS400Zയും ഡോമിനാർ 400ഉം. പക്ഷേ ഈ 2 ബൈക്സ് ഇപ്പോൾ 350cc ആക്കി കുറച്ചിട്ടുണ്ട്. ബട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ എന്തൊക്കെ, ആരാണ് ഈ ബൈക്ക് വാങ്ങേണ്ടത്, ഇതിൻ്റെ മറ്റു കോമ്പറ്റീഷൻ ആരൊക്കെ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് നോക്കാം. എൻ്റെ പേര് നിഹാൽ റാഷിദ്. ഓൾ മൈ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. എന്തിനാണ് ഈ CC കുറച്ചത്? അതായത് കൃത്യമായിട്ട് പറയുമ്പോൾ 373cc ഉണ്ടായിരുന്ന ഈ 2 എഞ്ചിൻസ് ഇപ്പോൾ 349cc മാത്രമേ ഉള്ളൂ. എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സർക്കാരിൻ്റെ GST സ്ലാബ് പ്രകാരം 350cc മുകളിലുള്ള ബൈക്കുകൾ ഇപ്പോൾ 40% ടാക്സാണ് അട്രാക്ട് ചെയ്യുന്നത്. അതിന് 350cc താഴെയാണെങ്കിലോ വെറും 18% ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാറ്റം ആദ്യമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ബജാജ് ഗ്രൂപ്പ്സ് ആണ്. നമ്മൾ ട്രയംസ് കണ്ടു, KTMs കണ്ടു, ഇപ്പോൾ ബജാജിൻ്റെ സ്വന്തം ബൈക്സിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ബൈക്കിനും പ്രത്യക്ഷത്തിൽ യാതൊരു മാറ്റമില്ല. സൂക്ഷിച്ച് നോക്കിയാലും യാതൊരു മാറ്റമില്ല. ഇപ്പോൾ ഡൊമിനാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ടൂറിങ്ങിന് കേപ്പബിൾ ആയിട്ടുള്ള ടോൾ വൈസർ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഫുൾ LED സെറ്റപ്പുള്ള ഹെഡ് ലാംപ്സും ഇൻഡിക്കേറ്റേഴ്സും കാണാൻ പറ്റും. അതിന് താഴെ നമുക്കൊരു സിൽവർ UST ഫോക്സ് കാണാൻ പറ്റും. അതിന് താഴെ MRFൻ്റെ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബൈബ്രേ ബ്രേക്സ് ആണ് നമ്മുടെ ഡൊമിനാറിൽ വരുന്നത്. ഇനി സൈഡ് പാനൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എഞ്ചിൻ ക്രാഷ് കാർഡും ഒരു ബെല്ലി പാനും നമുക്ക് കാണാൻ പറ്റും. ബട്ട് എഞ്ചിനിൽ മാറ്റേണ്ടത് നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഹാൻഡിൽ ബാസിൻ്റെ ഇവിടെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും ഉണ്ട്, അതുപോലെ നക്കിൾ ഗാർഡ്സും കൊടുത്തിട്ടുണ്ട്. ബട്ടൺസും സ്വിച്ച് ഗിയറൊക്കെ സെയിം തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും സെയിം തന്നെയാണ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ കാരിയറും അതുപോലെ തന്നെ ഈ ബാക്ക് റെസ്റ്റും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റ് ട്യൂണിൽ ചെറിയൊരു മാറ്റമുണ്ട്, നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പിന്നെ ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിലും സെയിം ആണ്. ഇതിലൊരു കിക്ക് ഷിഫ്റ്റർ വരുന്നില്ല. പിന്നെ ഒരു USB ചാർജിംഗ് പോർട്ടും നിലനിർത്തിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡോമിനാർ ഓടിച്ചപ്പോൾ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളത് ഇത് സ്റ്റിൽ ഒരു സ്പോർട്ട് ടൂറർ തന്നെയാണ്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ സെയിം തന്നെയാണ്. ബട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് സ്ട്രോക്ക് കൂടുതലായിട്ടുണ്ട്. മുന്നേ ഒരു ഷോർട്ട് സ്ട്രോക്ക് ബൈക്കാണ്. കാരണം ഇവർ എഞ്ചിൽ കാര്യമായിട്ട് മാറ്റം വരാതെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറിലല്ല മാറ്റം വന്നിട്ടുള്ളത്, സ്ട്രോക്കിലാണ് മാറ്റം വന്നിട്ടുള്ളത്. സോ ഈ 373cc 349cc വന്നപ്പോൾ വെറും 3.9 mm മാറ്റേ ഇതിൽ ലെങ്ത് വൈസ് വരുന്നുള്ളൂ. ആൻഡ് അഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവറിൽ ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ് ഡോമിനാറിൽ വന്നിട്ടുള്ളത്. ബട്ട് നമ്പേഴ്സ് ആർ വെരി നെഗ്ലിജിബിൾ. 0.6 PS മാത്രം. ആൻഡ് ടോർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 1.8 Nm കുറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു ഡിപ്പ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് ഞാൻ പറയും. ബട്ട് ഇത് ബാക്ക് ടു ബാക്ക് നിങ്ങൾ പഴയ ഡോമിനാർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഡോമിനാർ ഉണ്ടെങ്കിൽ അഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ ബൈക്കിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുണ്ട്. മുന്നത്തെ ബൈക്സിൽ ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരുപാട് അയോണായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഒക്കെ ലോങ് സ്ട്രോക്സ് ബൈക്സ് ആണ്. ഇപ്പം ക്ലാസിക് 350 ആണെങ്കിലും ഹോണ്ടയുടേതാണെങ്കിലും ഒക്കെ ലോങ് സ്ട്രോക്ക് ബൈക്സ് ആണ്. ഓൺലി ട്രയംഫ് ആണ് ഇതിൻ്റെ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ വരുന്നത്. അതിൻ്റെ എഞ്ചിനും നമുക്കറിയാം ഈ ഒരു ഫാമിലിയുടെ ഒരു വകഭേദമാണ്, സെയിം എഞ്ചിൻ അല്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഷോർട്ട് സ്ട്രോക്ക് ടൂറിന് ബെറ്റർ ആയിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. ഒരു ചെറിയ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടോർക്കിൻ്റെ ഡിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡിലാണ്. ബട്ട് ടോപ്പ് എൻഡ് സ്പീഡ് മാറിയിട്ടില്ല, 0 to 100 മാറിയിട്ടില്ല, 0 to 60 ചെറിയൊരു മാറ്റമുണ്ട്. ആൻഡ് അഗൈൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ലോ എൻഡും നമുക്ക് ബെറ്റർ ആയിട്ടുണ്ട്, മിഡ് റേഞ്ചും ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ പെട്ടെന്നൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ചെറിയൊരു ലാഗ്, ചെറിയൊരിത് നമുക്ക് മുന്നേ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി അത് പ്രൊമിനൻ്റ് ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. അതൊരു മോശം കാര്യമായിട്ടൊന്നുമല്ല. ഈ ബൈക്കിൽ നമ്മൾ തള്ളി കളയേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് മുന്നത്തെ പോലെ തന്നെ എനിക്കുണ്ടായിരുന്ന കോൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷനും വെയിറ്റുമാണ്. സ്റ്റിൽ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് 3 കിലോഗ്രാം മാത്രമേ അവർക്ക് കുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനും റിയർ സസ്പെൻഷനും ഒന്നുകൂടി സപ്പിളാക്കാം, ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. അതർവൈസ് ഭയങ്കര എക്കണോമിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ തന്നെ റൈഡിങ് ട്രയാങ്കിളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ടൂറിങ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബൈക്കാണ്. അതുപോലെ നിങ്ങൾ കുറച്ച് ഹെവിയർ ബിൽഡാണ്, നിങ്ങൾക്ക് ഈ വെയിറ്റ് ഒരു വിഷയമല്ല. 190 kgs അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, അത്രത്തോളം വെയിറ്റ് വരുന്നുണ്ട്. എനിക്ക് കുറച്ച് ടോപ്പ് ഹെവിയാണ്, പെട്ടെന്നൊന്ന് ചെരിഞ്ഞു പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ. ബാക്കിയുള്ളവർക്ക് അത്ര പ്രശ്നമാണെന്നില്ല. പിന്നെ അതേപോലെ സ്വിച്ച് ഗിയർസ് നോക്കുകയാണെങ്കിൽ ബജാജിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉള്ളൂ. ഇനി നമുക്ക് ട്രയംഫിലൊക്കെ നോക്കുകയാണെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി കിട്ടും. ഇനി നമുക്ക് പൾസർ NS400Zയുടെ വിശേഷങ്ങളിലേക്ക് നോക്കാം. ഇനി പൾസർ NS400Zൻ്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ
ഫ്രോസ്റ്റഡ് ആയിട്ടുള്ളൊരു LED DRLs വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. താഴെ USD ഫോക്സ് വരുന്നുണ്ട്. അതും ഷാമ്പയിൻ ഗോൾഡിലാണ്. സാധാരണ എനിക്ക് ഗോൾഡൻ USD ഇഷ്ടമല്ല, ബട്ട് ദിസ് കളർ ലുക്സ് വെരി ഗുഡ്. പിന്നെ നമുക്ക് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അപ്പോളോയുടെ ടയേഴ്സാണ്. ആൻഡ് ഗ്രിപ്പൊക്കെ അടിപൊളി തന്നെയാണ് ഇതിൻ്റെ. പിന്നെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഒരു കോസ്റ്റ് കട്ടിങ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഗ്രിമേക്കയുടെ ബ്രേക്സ് കൊടുത്തില്ലേ, വൈബ്രേ ബ്രേക്സും ബ്രെംബോ ബ്രേക്സും ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഓക്കെ, ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അഫോർഡബിലിറ്റി ഫാക്ടർ ആയിരിക്കാം. ഇനി വശങ്ങളിലേക്ക് വരികയാണെങ്കിലും യാതൊരു ചേഞ്ചസും ഇല്ല ഡിസൈൻ വൈസ്. നമുക്ക് അലൂമിനിയം ചാസിയൊക്കെ അതുപോലെ തന്നെ കാണാം, ചാസി ചേഞ്ചസ് ഇല്ല. പിന്നെ പൾസറിൻ്റെ സ്മോക്ഡ് ആയിട്ടുള്ള ഒരു 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ NS ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ 400 ബാഡ്ജിങ് സ്റ്റിൽ നിലനിർത്തിയിട്ടുണ്ട് 350cc ആയിട്ടുണ്ടെങ്കിലും. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ NS 400ൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ റിയർ എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റ്സും ടയേഴ്സും എല്ലാം സിമിലർ തന്നെയാണ്. പിന്നെ ഇത് റേഡിയൽ ടയേഴ്സാണ് കേട്ടോ. അപ്പോളുടെ റേഡിയൽ ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. മുന്നത്തെ പോലത്തെ MRF ടയേഴ്സ് ഒന്നല്ല വരുന്നത്. സോ ആ ഒരു കോസ്റ്റ് കട്ടിങ് ഇല്ല. ഒരു ടയർ ഹഗ്ഗറും ഉണ്ട്. അതുപോലെ ചളി തെറിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ വെള്ളത്തിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി ഇതിൻ്റെ ടെക് ഫീച്ചേഴ്സും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നോക്കാം. ഈ ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഡേ ലൈറ്റിൽ അത്രത്തോളം വിസിബിൾ അല്ല. ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു MID ഉള്ളത്, ബട്ട് ഇറ്റ്സ് നോട്ട് വെരി വിസിബിൾ. അതൊരു ബ്ലൂ കളറിലാണ്. ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതുപോലെ നമുക്ക് മാപ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മുടെ റൈഡ് മോഡ്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഷിഫ്റ്റർ ഓഫ് ചെയ്യാനുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. Type C അല്ല. പിന്നെ ബട്ടൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രയംഫിൻ്റെ അത്രത്തോളം ക്വാളിറ്റി ഇല്ല, ബട്ട് ബജാജിൻ്റെ സ്റ്റാൻഡേർഡിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. അത് ഒരു പ്രിറ്റി ഗുഡ് ഫീച്ചറാണ്. എല്ലാ ബൈക്സും ഇത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മിറേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ്, ബട്ട് ലുക്ക് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഫംഗ്ഷനാലിറ്റി കൂട്ടായിരുന്നു. ഒരുപാട് മോശമൊന്നുമല്ല, ബട്ട് ഫംഗ്ഷനലി നോക്കുകയാണെങ്കിൽ വിസിബിലിറ്റിയിൽ കുറച്ച് ചെറിയ സൈസ് തന്നെയാണ്. ഇത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇനിയാണ് നമ്മുടെ പ്രധാന മാറ്റം വരുന്നത്. സോ നമ്മുടെ മെയിൻ ഹൈലൈറ്റും മെയിൻ മാറ്റവും ഈ എഞ്ചിൻ തന്നെയാണ്. ഇപ്പോൾ 349cc, മുന്നേ 373cc ടു ബി പ്രിസൈസ്. ബട്ട് ഈ എഞ്ചിൻ നമുക്കറിയാം NS 400ൽ ആദ്യം നമുക്ക് ഡോമിനാർ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനായിരുന്നു. പിന്നെ നമുക്ക് KTM ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ വന്നു. ഇപ്പോൾ അതാ വീണ്ടും ഡോമിനാർ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സെയിം എഞ്ചിനാണെന്നല്ല, ആ ഒരു ബേസ് വെച്ചിട്ടാണ് ബജാജ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു വലിയൊരു ഫാമിലി ഓഫ് എഞ്ചിൻസ് തന്നെയുണ്ട്. സോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത്രയും വലിയ എഞ്ചിനീയറിംഗ് കമ്പനി ആയതുകൊണ്ടുകൂടിയാണ് ഇത്ര പെട്ടെന്ന് ഒരു പുതിയ എഞ്ചിൻ നമ്മുടെ ടാക്സ് മാറിയതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ബട്ട് ഇവരിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രോക്കിലാണ് മാറ്റം വന്നിട്ടുള്ളത്. കൂടുതൽ ഷോർട്ട് സ്ട്രോക്ക് ആയിട്ടുണ്ട് എഞ്ചിൻ. ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ മിഡ് റേഞ്ച് പെർഫോമൻസും കൂടിയിട്ടുണ്ട്. നമ്മളെ ടോർക്ക് നമ്പേഴ്സ് നോക്കുകയാണെങ്കിലും പെർഫോമൻസ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിലും ചെറിയൊരു ഡിപ്പ് കാണാൻ പറ്റും. ടോർക്ക് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.8 Nm ആണ് കുറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യം അതില്ല, പവറിൽ വന്നിട്ട് ഡിപ്പായിരിക്കും. അതേ ഒരു 2.4 PS ഡിപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ടോപ്പ് സ്പീഡിലുമാണ്. ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 0 to 100 ടൈമിങ്സിലും 0.2 സെക്കൻഡ്സിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് 0 to 60 ടൈമിംഗ് ഒക്കെ സെയിം തന്നെയാണ്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ബൈക്ക് തന്നെയാണ്. അത് വാല്യൂ ഫോർ മണിയാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. മുന്നേ പൾസർ ആയിരുന്നു, പൾസർ 400Z ആയിരുന്നു ഈ ലൈനപ്പ് തന്നെ ബജാജിൻ്റെ ഫാസ്റ്റസ്റ്റ് ബൈക്ക്. ആൻഡ് ഈ സെഗ്മെൻറ്റിലും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വരുന്നൊരു ബൈക്ക് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ നമുക്കത് ഡിസ്കണ്ടിന്യൂഡ് ആയി. ഇതാണ് അതിൻ്റെ റിപ്ലേസ്മെൻറ്റ്. ഈ ഒരു ചെറിയ ഡിപ്പിലൊന്നും അതിൻ്റെ തട്ട് താവുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. ഗൊറില്ലയുടെ ഒക്കെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഡ്യൂക്ക് 390യുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന പെർഫോമൻസ് ഉണ്ട്, അതും അഫോർഡബിൾ പ്രൈസിൽ. ഇനി ഇന്നത്തെ റൈഡ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ദ ബെസ്റ്റ് പാർട്ട് ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ പോലത്തെ സ്പോർട്സ് ഷിഫ്റ്ററാണ്. അതായത് ഇതൊരു ആക്ച്വൽ ക്വിക്ക് ഷിഫ്റ്റർ അല്ല, ബട്ട് അവിടെയും ബജാജിൻ്റെ ക്ലവർ മൈൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു സെൻസർ ബേസ്ഡ് ക്വിക്ക് ഷിഫ്റ്റർ അല്ല, ബട്ട് എഞ്ചിൻ്റെ RPMs റീഡ് ചെയ്തിട്ട് സെൻസറൊന്നും ഇല്ലാതെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട്, കോസ്റ്റ് കട്ടിങ് അല്ല, നമുക്ക് എത്രത്തോളം ലാഭകരമായിട്ട് ക്വിക്ക് ഷിഫ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. ഇത് നമുക്ക് ട്രാക്കിലേക്കൊക്കെ ഉള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ അല്ല, റേസിംഗിലേക്കുള്ള ക്വിക്ക് ഷിഫ്റ്റർ അല്ല, ബട്ട് ഇത് പെർഫെക്റ്റ്ലി നമുക്ക് സിറ്റിയിൽ സ്പോർട്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് കണ്ടീഷൻസിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി മോഡ്സിൽ ഇത് വർക്ക് ചെയ്യും, ബട്ട് സ്പോർട്ട് മോഡിലാണ് ഇതിൻ്റെ ബെസ്റ്റ് യൂസ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ക്ലവർ പാർട്ടാണ്. ഇനി എഞ്ചിനിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അവർ ബാലൻസിങ് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്, കംപ്രഷൻ റേഷ്യോ മാറ്റിയിട്ടുണ്ട്, ത്രോട്ടിൽ മാപ്പിംഗ് മാറ്റിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്യൂൽ മാപ്പിംഗ് മാറ്റിയിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ മിഡ് റേഞ്ച് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ലോ എൻഡിലും ടോപ്പ് എൻഡിലും ചെറിയൊരു ക്യാരക്ടർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. കുറേ പേര് ഇതിൻ്റെ രൂപം കണ്ടിട്ട് NS 200 ആണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായിരിക്കാം ഇതിൻ്റെ സെയിൽസ് നമ്മുടെ കേരളത്തിൽ കുറച്ച് കുറവ്. ഇങ്ങനെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ഈ ഒരു എഞ്ചിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് ബജാജിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ ഒരു ബൈക്കിൽ തന്നെയാണ്. ഇതൊരു പ്രൂവൻ ചാസിയാണ്, ഒരു പ്രൂവൻ പ്ലാറ്റ്ഫോമാണ്. എക്കണോമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഡോമിനാറിൻ്റെ പോലെ അത്രയും കംഫർട്ടബിൾ അല്ല, അത്രയും റിലാക്സ്ഡ് അല്ല, ബട്ട് ഒരു സ്പോർട്ടി സിറ്റി സ്ട്രീറ്റ് ഫൈറ്ററിന് ഈ ഒരു എക്കണോമിക്സ് ഇസ് പെർഫെക്റ്റ്. നമുക്ക് അധികം പെയിനോ കാര്യങ്ങളൊന്നും വരാത്തൊരു ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ആണ്. സിറ്റിംഗ് കംഫർട്ടൊക്കെ പെർഫെക്റ്റ് ആണ്.
ഇനി ബാക്കിലെ സീറ്റ് കുറച്ച് റേസ്ഡ് ആണ്, ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ പില്ലിയനെ ഇരുത്തിയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. സോ NS400Zയിൽ എനിക്ക് ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ്. ബട്ട് നമുക്ക് സിറ്റി യൂസിലൊന്നും ഇതിൻ്റെ പ്രാക്ടിക്കലി ഗ്രൗണ്ട് ക്ലിയറൻസിൽ പ്രശ്നം വരുന്നില്ല, അടിയൊന്നും ഇതുവരെ തട്ടുന്നില്ല. ഇനി എക്സോസ്റ്റ് നോട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ഫൺ ഫാക്ട് കൂടെ ഉണ്ട്. ട്രിപ്പിൾ സ്പാർക്ക് ടെക്നോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൾസറിൻ്റെ മാർക്കറ്റിംഗ് ആയിട്ടുള്ള വലിയൊരു കാര്യമായിരുന്നു മുന്നേ, വലിയൊരു ടെക്നോളജി കൂടിയാണ്. പക്ഷേ അത് കഴിഞ്ഞ ജനറേഷൻ മുതലേ ഇല്ല, നിങ്ങൾക്കിത് അറിയാമായിരുന്നോ? എന്നാൽ ഈ ജനറേഷൻ നമുക്കത് വരുന്നില്ല, അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പൾസറിന് എന്നാണ് അവർ പറയുന്നത്. സോ ഈ എഞ്ചിനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ആൻഡ് ഫോർജ്ഡ് പിസ്റ്റൺ ആണ്, ടെക്നോളജിക്കലി ഹൈ ആണ്, റിഫൈൻമെൻറ്റും ബെറ്റർ ആണ്. ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഗുഡ് ബൈ തന്നെയാണ്. ആൻഡ് ഇതൊരു അണ്ടർ റേറ്റഡ് ബൈക്കാണെന്നും കൂടി വിഷമത്തോടെ ഞാൻ പറയുകയാണ്. ഇത് സിറ്റിയിൽ ഓടിക്കാനും എല്ലാം കൂടി ഒരു ഫൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ബൈക്ക് വേണോ എന്നാൽ ഇതിലേക്ക് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് അഡ്വാൻറ്റേജ്, ബജാജ് ഈ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ ഈ GST മാറിയപ്പോൾ 40% ആണ് പുതിയ 350cc മുകളിലുള്ള ബൈക്കിന് നമുക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെയുള്ള ബൈക്കിനാണെങ്കിൽ 18% മാത്രം. സോ ഇത്രയും ഹ്യൂജ് ഗ്യാപ്പ് നമ്മുടെ മാനുഫാക്ചർ ആയിട്ടുള്ള ബജാജ് ആയിരുന്നു ടേക്കിൻ ചെയ്തിരുന്നത്. ആ ഒരു നഷ്ടം അവർ വഹിക്കായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കറൻ്റ്ലി ബൈക്സിനൊന്നും വില കൂട്ടാതിരുന്നത്. ബട്ട് ഇനി അങ്ങനെയല്ല, ഈ എഞ്ചിൻ CC കുറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും വില കൂട്ടാതെ നമുക്ക് തരാൻ പറ്റും. അതായത് നമുക്ക് ഓവറോൾ ബെനിഫിറ്റ്സ് ഒരു 30,000 ബെനിഫിറ്റ് കസ്റ്റമറിന് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് അത്രയും കൂട്ടി വെക്കേണ്ടി വരും. സോ ഈ മാർക്കറ്റും ബജറ്റും എല്ലാം മാറും. സോ ഇതിലെ ചാസിലേക്ക് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിലും ഡോമിനാറിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഷോർട്ട് സ്ട്രോക്ക് തന്നെയാണ്, സെയിം എഞ്ചിനാണ്. ബട്ട് എങ്ങനെയാണ് ഒരു ബൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആവുന്നതിൻ്റെ യഥാർത്ഥ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ NS400Z. ഇനി ഇതിൻ്റെ കോസ്റ്റ് എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ 350cc മുകളിലുള്ള ബൈക്കുകൾക്ക് 40%, 350ക്ക് താഴെയുള്ള ബൈക്കുകൾക്ക് 18% ടാക്സ് ആയിട്ടുള്ളത്. ബട്ട് ബജാജ് പ്രൈസ് ഒന്നും കൂട്ടിയില്ല, ആ നഷ്ടം കമ്പനി വഹിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടാണ് പുതിയ പ്രൈസ് നമുക്കൊരു കുറവ് കാണാത്തത്. ബട്ട് ആക്ച്വലി പ്രൈസ് നോക്കുകയാണെങ്കിൽ 30,000-ഓളം കസ്റ്റമറിന് അഡ്വാൻറ്റേജ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. ഇനിയല്ല നമ്മൾ അതേ എഞ്ചിൻ വെച്ചിട്ടാണ് കസ്റ്റമറിന് ഇപ്പോഴും വിൽക്കുന്നുണ്ടെങ്കിൽ ബജാജിന് ഇത്രയും പൈസ കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ റോഡ് ടാക്സ് കൂടും, ഇൻഷുറൻസ് കൂടും, ഇന്ന കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇതൊരു വേറെ തന്നെ സെഗ്മെൻ്റ് ആയി പോകും. ബട്ട് എപ്പോഴും അഫോർഡബിൾ ആയിട്ട് ഒരു പെർഫോമൻസ് വാല്യൂ ഫോർ മണി ബൈക്ക് വേണം എന്നുള്ള നിലക്കാണ് ബജാജ് ഇപ്പോൾ ഇതിന് ചെയ്തത്. ഇനി നമുക്ക് കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൽ നിന്ന് ഗറില്ല 450 ഉണ്ട്. ആൻഡ് അത് ഇഷ്ടം പോലെ നമുക്ക് റോഡിൽ കാണാവുന്നതുണ്ട്. ആൻഡ് അതിൻ്റെ എഞ്ചിനിൽ യാതൊരു മാറ്റം അവർ ചെയ്യുന്നില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്സ്. കാരണം ഒരുപാട് 350 ലൈനപ്പ് ഓൾറെഡി റോയൽ എൻഫീൽഡ് ഉണ്ട്. സോ അവർ ആ 450 ഷെർപ്പ എഞ്ചിൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. അത് വേണോ നിങ്ങൾക്ക് എന്നെങ്കിലും അതിലേക്ക് പോകാൻ പറ്റും. കാരണം ഒരു ഔട്ട്റൈറ്റ് പെർഫോമൻസ് ഗറില്ലക്ക് തന്നെയാണ് അപ്പോഴും. അതുപോലെ തന്നെ ബെറ്റർ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, സ്ക്രീൻ ഇസ് ബെറ്റർ, ഇപ്പോഴും കാസ്റ്റ് ചെയ്യണം, നമ്മുടെ ഫോൺ എപ്പോഴും ഓൺ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതർവൈസ് നല്ലൊരു പെർഫോമൻസ് വരുന്ന കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യൻസി ഇല്ലാത്തൊരു ബൈക്കാണ് കേട്ടോ ഗൊറില്ല. ഇനി RTR 310 നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കൂൾഡ് സീറ്റ്സ് ഒക്കെ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. ബട്ട് അതർവൈസ് ബാക്കി സ്ക്രീൻസും കാര്യങ്ങളൊക്കെ ബെറ്ററാണ് RTRൽ. ഇനി ഡ്യൂക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദ ബെസ്റ്റ് ഹാൻഡ്ലിംഗ്, ബെസ്റ്റ് റേസ് ബൈക്കായിട്ട് ഡ്യൂക്ക് തന്നെ കൺസിഡർ ചെയ്യാം. ബട്ട് ഓവറോൾ ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി സ്റ്റിൽ ആൻഡ് ഇറ്റ് വാസ് ദ ബജാജ് NS400Z. സോ ഇത്രയൊക്കെയാണ് ബജാജ് ഡോമിനാർ 400ൻ്റെയും 2026 ബജാജ് പൾസർ NS400Zൻ്റെയും വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അത് വലിയൊരു മോട്ടിവേഷനാണ്. അതുപോലെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതി അറിയിക്കാവുന്നതാണ്. മൈ നെയിം ഈസ് നിഹാൽ റാഷിദ്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.